നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടി റഹീം നിയമസഹായ സമിതി. സൗദി കോടതിയിലെ മോചന നടപടികൾ അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നീക്കം. അഡ്വക്കേറ്റ് ഹാരിസ് പിരാൻ എംപിയെ നേരിൽ കണ്ടാണ് സമിതി അംഗങ്ങൾ കാര്യങ്ങൾ അറിയിച്ചത്. പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി, ഇന്ത്യയിലെ സൗദി അംബാസിഡർ എന്നിവരുടെ ഇടപെടൽ തേടി. മുഴുവൻ എംപിമാരും ഒരുമിച്ച് വേണ്ടത് ചെയ്യാമെന്ന് ഹാരിസ് പിരാൻ ഉറപ്പ് നൽകിയെന്ന് സഹായ സമിതി അറിയിച്ചു. മാർച്ച് 18-നാണ് കേസിനെ സൗദി കോടതി പരിഗണിക്കുക. റിയാദിലെ കൊടുങ്ങല്ലൂർ താലൂക്ക് നിവാസികളുടെ കൂട്ടായ്മയായ കിയ റിയാദ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. റിയാദ് സുൽത്താന ഇസ്തിറാഖിൽ വെച്ച് നടന്ന പരിപാടി പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ KR ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അപരനാവശ്യമായ സ്നേഹവും കരുതലും തന്നിൽ നിന്നും ലഭ്യമാകുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണനാവുക എന്നുള്ള സന്ദേശമാണ് റമദാൻ നൽകുന്ന വലിയ പാഠങ്ങളിൽ ഒന്നെന്ന് ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു. ചടങ്ങിൽ പ്രസിഡന്റ് ജയൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സൈഫ് റഹ്മാൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ആഷിഖ് RK നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ റിയാദിലെ പ്രമുഖ വ്യക്തികൾ ആശംസകൾ അറിയിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ മുസ്തഫ പുന്നിലത്ത്, ട്രഷറർ ഷാനവാസ് കൊടുങ്ങല്ലൂർ, മജീദ്, ജലീൽ മതിലകം, ഷുക്കൂർ, റോഷൻ, ലോജിദ്, തൽഹത്ത്, മുജീബ്, മുഹമ്മദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള എഞ്ചിനീയർ ഫോറം ദമാം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. എംപവർ എന്ന പേരിൽ അൽഖോബാർ റാക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഫോറം വനിതാവേദി അംഗങ്ങളും ഫോറം പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളും സംബന്ധിച്ചു. സർവ്വമേഖലകളിലും വളർച്ച കൈവരിക്കുന്ന സൗദി അറേബ്യയ്ക്കൊപ്പം വനിതകളുടെ ഉയർച്ചയും തൊഴിൽ സാധ്യതയും ഇതിലേക്കുള്ള വഴികളും വ്യക്തമാക്കുന്നതായിരുന്നു എംപവർ പരിപാടി. സോഫ്റ്റ് സ്കിൽ ട്രെയിനർ റുഷ്ന ലുബൈബാണ് ഏകദിന ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ഖദീജ ഹബീബ്, ഫസീല സുബൈർ, സഞ്ജിത റൌഫ്, ഫാരിഷ ഷഫീഖ്, ബിൻസി റിയാസ്, ലുബ്ന ഫിറോസ് എന്നിവർ നേതൃത്വം നൽകി. 24 ഫ്ലവേഴ്സ് പിങ്ക് മാരത്തണിൽ ജിൻസിയും രമയും ചാമ്പ്യന്മാർ. 15 മുതൽ 30 വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിലാണ് പാലക്കാട് സ്വദേശി ജിൻസി ഒന്നാമതെത്തിയത്. ഇടുക്കി സ്വദേശി ആശാ സോമൻ 2ാം സ്ഥാനം നേടി. 30 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ തൃശൂർ സ്വദേശി രമ ഒന്നാമതെത്തിയപ്പോൾ എറണാകുളം സ്വദേശി മിന്നു വിക്ടറിനാണ് 2ാം സ്ഥാനം. ഇരു കാറ്റഗറികളിലും യഥാക്രമം പറവൂർ സ്വദേശി CR നിത്യയും ഫോർട്ട് കൊച്ചി സ്വദേശി ഷെൽമ റോഷനും 3ാം സ്ഥാനത്തെത്തി. ആൻസി അന്ന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വനിതാ ദിനത്തിൽ 24 ഫ്ലവേഴ്സും ചേർന്ന് സംഘടിപ്പിച്ച പിങ്ക് മാരത്തൺ അതിഗംഭീരമായിരുന്നു. ഇവിടെ ഇപ്പം മത്സരാർത്ഥികൾ ഇപ്പം എൻ്റെ ഒപ്പം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? സൂപ്പർ. എത്രാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത്? എങ്ങനെയുണ്ടായിരുന്നു? ഇത് ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ഇത് വുമൻസ് ഡേയുടെ ഇതിൽ ഫസ്റ്റ് ടൈമാണ്. അസോസിയേഷനെ പ്രതിനിധീകരിച്ച് വന്നിരിച്ചിട്ടുള്ളതാണ്. ഞാൻ പ്രസിഡന്റ്, ഇവരെല്ലാവരും ഇത് ഞങ്ങളുടെ കൗൺസിലർ. ഞാൻ വാർഡ് കൗൺസിലറാണ്. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ മൊത്തം 10-12 പേരുണ്ടായിരുന്നു ചത്താരിയെന്ന്. ഞങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വുമൻസ് ആണ്. നിങ്ങൾ എനർജി ഒന്ന് കാണുന്നു. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ഫസ്റ്റ് ടൈമാണ്. ഞങ്ങളുടെ അവിടെ അസോസിയേഷനിൽ തന്നെ ഒരു വനിത ഞങ്ങളൊരു കൂട്ടായ്മ, ഒരു ഇന്ററാക്ഷൻ നടത്തിയിട്ടാണ് ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പെട്ടെന്നുള്ളൊരു തീരുമാനമാണ്. എങ്ങനെയുണ്ടായിരുന്നു രാത്രിയിൽ കൊച്ചിയിൽ ഇങ്ങനെയുള്ള? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഇത്രയൊക്കെ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടല്ല വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു എക്സ്പീരിയൻസ്. ഫ്ലവേഴ്സ് ടിവിന് ഓൾ ദി ബെസ്റ്റ്. അടുത്ത വർഷവും ഈ മത്സരത്തിൽ അടുത്ത വർഷം തീർച്ചയായും പങ്കെടുക്കും. നല്ലൊരു ഇൻഡ്യൂസിയാസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചിട്ട് ഇത്രയും നടക്കാൻ പറ്റുന്നു, പക്ഷെ ഞങ്ങൾ നന്നായിട്ട് നടന്ന് അതേപോലെ തിരിച്ചു വന്നു. നല്ലൊരു എക്സസൈസ്. ആണുങ്ങൾക്ക് ഇച്ചിരി പണി കൊടുക്കണമായിരുന്നു, പെണ്ണുങ്ങൾ മാത്രം നടന്നാൽ പോരല്ലോ, ആണുങ്ങൾ നടക്കണ്ടേ? അതെ, ഇവിടെ ഇവർ പറഞ്ഞ പോലെ തന്നെ അതിഗംഭീരമായ മത്സരമായിരുന്നു നടന്നത്. നമ്മൾ 2 കാറ്റഗറി ആയിട്ടായിരുന്നു മത്സരം നടത്തിയിരുന്നത്. 15 മുതൽ 30 വയസ്സ് വരെയുള്ളവരുടെ ഒരു കാറ്റഗറിയും അതുപോലെ തന്നെ 30-ന് മുകളിലേക്ക് ഉണ്ടായിരുന്ന വേറൊരു കാറ്റഗറിയുമായിട്ടായിരുന്നു നമ്മൾ രണ്ട് രീതിയിലായിരുന്നു മത്സരം നടത്തിയിരുന്നത്. 5 കിലോമീറ്റർ ആയിരുന്നു നമ്മൾ മത്സരം സംഘടിപ്പിച്ചത്. ദർബാർ ഹാളിൽ നിന്നും തുടങ്ങി ഹൈക്കോടതി ജംഗ്ഷനിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ഇവിടെ കുറച്ചുപേർ സെൽഫിയൊക്കെ എടുപ്പുണ്ട്. ഇപ്പോഴും ഗ്രൗണ്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഇതിനു മുന്നേ പങ്കെടുത്തു? കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഞങ്ങൾക്ക് സ്റ്റാമിന ഇംപ്രൂവ് ചെയ്തു. അതുകൊണ്ട് വി കുഡ് മേക്ക് ഇറ്റ് ഫ്രണ്ട്. നിങ്ങൾക്ക് എവിടുന്നാ വരുന്നത്? ഞങ്ങൾ എറണാകുളം തന്നെ. ഇതുപോലെ ഇനിയും മത്സരങ്ങൾ പങ്കെടുക്കും? നെക്സ്റ്റ് വീക്ക് ഉണ്ട്. റേഡിയോ മിർച്ചിയുടെ ഇവിടെ 2 കുട്ടികൾ നിൽപ്പുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഒരു കുട്ടി നിൽപ്പുണ്ട്. കുട്ടിയോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മടുത്തിരിക്കുകയാണ്, വളരെ മടുത്ത്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇത്രയും പേര് ഒരുമിച്ച് പെൺകൂട്ടായ്മ
ആ വൈബ് ഇറ്റ് വാസ് റിയലി ആസം. ഞങ്ങളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. വയസ്സ് പറയും. 10 years ആണ്. നറ്റാഷ. അതെ, അതായത് ചെറിയ കുട്ടികൾ മുതൽ പ്രായം വ്യത്യാസമില്ലാതെ ആളുകൾ പങ്കെടുത്തു എന്നത് തന്നെയാണ് ഈ മാരത്തണിന്റെ പ്രത്യേകത. ഇത് ഇവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ADM-നെതിരെ PP ദിവ്യ ആസൂത്രിത നീക്കം നടത്തിയെന്നും ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ നിർദ്ദേശിച്ച ശേഷമാണ് യാത്രയപ്പ് ചടങ്ങിൽ എത്തിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ദിവസം നടന്ന കാര്യങ്ങളൊന്നും യാദൃച്ഛികമല്ല. എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗം. ഇടപെടൽ നടത്തിയതെല്ലാം PP ദിവ്യ തന്നെയെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ. പെട്രോൾ പമ്പ് അനുവദിക്കാനായി ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. ഫയലിൽ കാലതാമസം വരുത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ADM-നെ അപമാനിക്കാൻ PP ദിവ്യ ആസൂത്രിത നീക്കം നടത്തി. മുൻകൂട്ടി നിശ്ചയിച്ച യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കാതെ തന്നെ ദിവ്യ എത്തി. കളക്ടറുടെ ഓഫീസിൽ 4 തവണ വിളിച്ച് യാത്രയപ്പ് ചടങ്ങിന്റെ സമയം ദിവ്യ ഉറപ്പിച്ചിരുന്നു എന്നും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. പരിപാടി ചിത്രീകരിക്കാൻ കണ്ണൂർ വിഷൻ ചാനലിനോട് നിർദ്ദേശിച്ചതും ദിവ്യ തന്നെ. തുടർന്ന് ഈ ദൃശ്യങ്ങൾ ദിവ്യ ശേഖരിച്ചതായും കണ്ണൂർ വിഷൻ ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ വിശദമായ പോലീസ് അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞെന്നും CBI അന്വേഷണം വേണമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ സത്യസന്ധമായ റിപ്പോർട്ടാണ്. അതിൽ വളരെയധികം ആശ്വാസമുണ്ട് ഞങ്ങൾക്ക്. നമുക്ക് ആദ്യം തന്നെ അത് തന്നെയാണ് സംശയം തോന്നിയത്. നമ്മുടെ കേസിൽ ഞങ്ങൾ ഗൂഢാലോചന തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി പോകും. എന്താണ് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ആയി വരുന്നു. 24 തിരുവനന്തപുരം. ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തെറ്റ് ചെയ്തുവെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റ് ചെയ്തതുകൊണ്ടാണ് നടപടിയെടുത്തത്. PP ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ CPM സംസ്ഥാന സമ്മേളന വേദിയിൽ മറുപടി പറയുകയായിരുന്നു MV ഗോവിന്ദൻ. വികസന നയരേഖയിലെ സെസ് പിരിവ് നിർദ്ദേശം CPI-ന്റെ രാഷ്ട്രീയ ലൈനിനോട് യോജിക്കുന്നതാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിലും ചർച്ചയിൽ പ്രതിനിധികൾ ആശങ്ക അറിയിച്ചു. എന്നാൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയെ എതിർക്കാൻ ആരും തയ്യാറായില്ല. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിന്മേൽ നടന്ന പൊതുചർച്ചയിൽ ആശങ്കകളും സംശയങ്ങളുമാണ് നിറഞ്ഞു നിന്നത്. നവകേരള രേഖയൊക്കെ കൊള്ളാം, പക്ഷേ പാർട്ടി നയങ്ങളോടും ആശയങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണോ ഇതെന്നായിരുന്നു കോഴിക്കോട് നിന്നുള്ള KT കുഞ്ഞിക്കണ്ണന്റെ ചോദ്യം. ജനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കി സേവനം നൽകുന്നത് പാർട്ടി ലൈനാണോ എന്ന് പരിശോധന വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രേഖയിൽ വ്യക്തത വേണമെന്നായിരുന്നു പൊതുചർച്ചയിൽ ഉയർന്ന മറ്റൊരാവശ്യം. സെസ് പിരിവിലും സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നതിലുമാണ് വ്യക്തത ആവശ്യപ്പെട്ടത്. ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകരുത്. വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ നടപ്പിൽ വരുത്താവൂവെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിലും ചർച്ചയിൽ ആശങ്ക പ്രകടിപ്പിക്കപ്പെട്ടു. സ്വകാര്യവൽക്കരണം നടപ്പാക്കിയാൽ തിരിച്ചടിയുണ്ടാകും. ബംഗാൾ സംഭവിച്ചതിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. ചർച്ചയിൽ ഉയർന്ന ആശങ്കകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ നേതൃത്വം തള്ളിയില്ല. നമുക്ക് ആവശ്യമുള്ള വിഭവം സമാഹരിക്കണം എന്ന കാര്യം പൊതുവായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെയെന്നുള്ളതെല്ലാം വിശദാംശങ്ങളായിട്ട് അതിന്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു നിലപാട് നയം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ. നാളെ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം നവകേരള വികസന രേഖ സമ്മേളനം അംഗീകരിക്കും. ഇടതുമുന്നണിയുടെ അംഗീകാരം കൂടി വാങ്ങിയ ശേഷം നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും. R. ശ്രീജിത്ത്, 24 കൊല്ലം. CPIM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തന്നെ തുടർന്നേക്കും. പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുക്കും. വ്യാഴാഴ്ച തുടങ്ങിയ CPM സംസ്ഥാന സമ്മേളനം ആശ്രാമം മൈതാനത്തെ പൊതുസമ്മേളനത്തോടെ നാളെ സമാപിക്കും. 2.5 ലക്ഷം പേർ പൊതുസമ്മേളനത്തിന്റെ ഭാഗമാകും. പുതിയ ജില്ലാ സെക്രട്ടറിമാരെ കൂടാതെ യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്നതാകും സംസ്ഥാന കമ്മിറ്റി. പ്രായപരിധി മാനദണ്ഡ പ്രകാരം 7 പേർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകും. അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാര്യമായ പൊളിച്ചെഴുത്തിന് സാധ്യതയില്ല. വിഭാഗീയത രൂക്ഷമായ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സൂസൻ കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയേക്കും. എറണാകുളം സമ്മേളനത്തിൽ തുടക്കമിട്ട തലമുറ മാറ്റം കൊല്ലം സമ്മേളനത്തോടെ പൂർത്തിയാകും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം മുന്നിൽ കണ്ട് സംഘടനയെ കൂടുതൽ ചലിപ്പിക്കാൻ പര്യാപ്തമായ നേതൃത്വമാകും പുതിയതെന്നാണ് സൂചന. അരുൺ രാജ്, 24 കൊല്ലം. മലപ്പുറം താനൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കാണാതായ സംഭവത്തിൽ ഒപ്പം യാത്ര ചെയ്ത യുവാവ് അറസ്റ്റിൽ.
എടവണ്ണ സ്വദേശി ആലുങ്ങൽ അക്ബർ റഹീമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തി. ക്യാമ്പസുകളിലെ ലഹരി വ്യാപനത്തിന് തടയിടാൻ ഗവർണറുടെ ഇടപെടൽ. സംസ്ഥാനത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം. ലഹരി ഭീഷണിയെ എങ്ങനെ നേരിടാം എന്ന് യോഗം ചർച്ച ചെയ്യും. രാജേന്ദ്ര ലേക്കർ ഗവർണറായ ശേഷം ആദ്യമായാണ് സർവകലാശാല വിഷയത്തിൽ നേരിട്ടുള്ള ഇടപെടൽ. മകന്റെ ശരീരത്തിൽ MDMA ഒളിപ്പിച്ച് വിൽപ്പന നടത്തിയ മയക്കുമരുന്ന് സംഘത്തലവൻ പിടിയിൽ. തിരുവല്ല സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. 3.5 ഗ്രാമിൽ അധികം MDMA പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തു. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പ്രതി MDMA കൂടുതലായി മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസ് പരിശോധനയ്ക്കിടെ MDMA പാക്കറ്റുകൾ വിഴുങ്ങിയ യുവാവ് മരിച്ചു. മൈക്കാവ് സ്വദേശി ഷാനിദാണ് മരിച്ചത്. ലഹരി കേസുകളിൽ പ്രതിയായിരുന്നു ഷാനിദെന്ന് പോലീസ് അറിയിച്ചു. താമരശ്ശേരി അമ്പായത്തോട് പള്ളിക്ക് സമീപത്തെ പോലീസ് പരിശോധനയ്ക്കിടെയാണ് ഷാനിദ് കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റോടെ വിഴുങ്ങിയത്. രക്ഷപ്പെടാൻ ശ്രമിച്ച ഷാനിദിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. താൻ MDMA പാക്കറ്റുകൾ വിഴുങ്ങിയെന്ന് ഷാനിദ് പോലീസിനോട് പറഞ്ഞു. പിന്നാലെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എൻഡോസ്കോപ്പി നടത്തിയതിൽ പാക്കറ്റിനുള്ളിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള വസ്തുവാണെന്ന് കണ്ടെത്തി. പിന്നീട് MDMA ആണെന്ന് സ്ഥിരീകരിച്ചു. അളവിൽ കൂടുതൽ MDMA ശരീരത്തിലെത്തിയാൽ മരണത്തിനിടയാക്കുമെന്നതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഷാനിദിനെ പ്രവേശിപ്പിച്ചത്. രാവിലെ 11 മണിയോടെയാണ് മരണം സംഭവിച്ചത്. പ്രദേശത്ത് ലഹരി സംഘങ്ങളുടെ ശല്യം രൂക്ഷമെന്ന് ഷാനിദിന്റെ നാട്ടുകാരെന്ന നിലയിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ സിന്തറ്റിക് ലഹരിക്കെതിരായിട്ടുള്ള കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കുകയും ഇവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ മോചിപ്പിച്ചെടുത്തൊരു സ്ഥലം കൂടിയാണിത്. MDMA പാക്കറ്റ് ശരീരത്തിനുള്ളിൽ വെച്ച് പൊട്ടിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. ഷാനിദ് നേരത്തെയും ലഹരി കേസുകളിൽ പ്രതിയാണ്. 24 കോഴിക്കോട്. ലഹരിക്കെതിരായ ശക്തമായ പ്രചാരണങ്ങൾക്കിടെ കൊച്ചിയിൽ നിന്ന് പുറത്തുവരുന്നത് കുട്ടികളുടെ ലഹരി ഉപയോഗ കേന്ദ്രത്തെക്കുറിച്ചാണ്. പേരണ്ടൂർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്താണ് തീരം എന്ന പേരുള്ള ലഹരി ഉപയോഗ കേന്ദ്രം. പലതവണ വിവരമറിയിച്ചിട്ടും ഒരു തവണ പോലും പോലീസ് ഇവിടെ എത്തിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 24 ഇൻവെസ്റ്റിഗേഷൻ. എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ലഹരി ഉപയോഗിക്കാനായി കണ്ടെത്തിയ കേന്ദ്രത്തിന്റെ പേരാണ് തീരം. ആ തീരം കണ്ടെത്തി അവിടെ എത്തിയ ഞങ്ങൾക്ക് കാണാനായ ആദ്യത്തെ കാഴ്ചയായിരുന്നു ഇത്. ഇത്തരത്തിൽ രാസലഹരിയുടെ നിരവധി ഉപയോഗിച്ച കവറുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിശാലമായ പേരണ്ടൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഈ ഭാഗമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പ്രധാന ലഹരി ഉപയോഗ കേന്ദ്രം. തീരമെന്ന ഓമന പേരിട്ടാണ് ഇവിടെ ലഹരി ഉപയോഗിക്കാൻ കുട്ടികൾ എത്തുന്നത്. വാട്സാപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സന്ദേശം ലഭിച്ചാണ് ഇവിടേക്ക് ലഹരി ഉപയോഗത്തിന് കുട്ടികൾ എത്തുന്നത്. നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചെങ്കിലും ഇങ്ങോട്ട് പോലീസ് വരാറില്ല. ഇതാണ് ലഹരി മാഫിയ തണലാക്കുന്നത്. എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം. പ്രദേശത്താകെ ലഹരി ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ നിരവധി സിപ്പ് കവറുകൾ, ലഹരി ഉപയോഗിക്കാൻ പേപ്പറുകൾ വാങ്ങിയതിന്റെ തെളിവുകളും ഇവിടെ കാണാം. രാത്രി 7 മണി മുതൽ പുലർച്ചെ വരെ കുട്ടികൾ ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇന്നലെ ഈ വിവരം സംസാരിച്ചതിനു പിന്നാലെ ചില വീടുകൾക്ക് നേരെ ലഹരി വലയത്തിൽപ്പെട്ടവർ കല്ലുകൾ വലിച്ചെറിഞ്ഞു. വിവരം പോലീസിൽ അറിയിച്ചെങ്കിലും പതിവ് പോലെ പോലീസ് എത്തിയില്ല. പെൺകുട്ടികളെ അടക്കം ഇവിടെ എത്തിച്ച് ലഹരി നൽകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാഹുൽ VS-നൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ ഒരാൾ മരിച്ചു. കാസർഗോഡ് സ്വദേശിയായ 92-കാരൻ V. കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. സംസ്ഥാനത്ത് നാളെയും 6 ജില്ലകളിൽ ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കയ്യൂർ മുഴക്കോം വലിയ പൊയിലിൽ കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 2:30 വീടിന് സമീപത്ത് വെച്ചാണ് കുഞ്ഞിക്കണ്ണന് സൂര്യാഘാതമേറ്റത്. ബന്ധുവീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് സംഭവം. ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റു പുറത്ത് പണിക്കൊന്നും പോകാറില്ല. അയാൾ കുഴപ്പത്തിൽ തന്നെ ചെറിയ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ കത്തി കൊടുത്ത് തൊട്ടപ്പുറത്തോട്ട് പോയതാണ്. അവിടെ തന്നെ കൊഴിഞ്ഞു പോയതാണ്. കുറച്ച് കാണാൻ വൈകിപ്പോയി. അങ്ങനെ പറയുന്നത് സൂര്യാഘാതമായിട്ട് മേലാസാനം പൊള്ളിയിട്ടുണ്ട്. അതേസമയം ഇന്നും നാളെയും സംസ്ഥാനത്ത് ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്.
ഈ ജില്ലകളിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് 24. പെൺസുഹൃത്ത് ഫർസാനയോട് വൈരാഗ്യമായിരുന്നുവെന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തി. മാതാവ് ഷെമിയെ ആക്രമിച്ച ശേഷം മുറി പൂട്ടി അഫാൻ താക്കോൽ ഫ്രഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസിന്റെ കണ്ടെത്തൽ. 24 ബ്രേക്കിംഗ്. ായ അഫാൻ 5 പേരുടെ ജീവനെടുത്തതിന്റെ കാരണം സാമ്പത്തിക ബാധ്യത മൂലമുള്ള സമ്മർദ്ദം കൊണ്ടെന്നായിരുന്നു ആദ്യ വിവരം. അപ്പോഴും എന്തിന് പെൺസുഹൃത്ത് ഫർസാനയെ കൊലപ്പെടുത്തിയെന്ന ചോദ്യം അവശേഷിച്ചു. പെൺസുഹൃത്ത് ഫർസാനയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് അഫാന്റെ പുതിയ വെളിപ്പെടുത്തൽ. പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതായിരുന്നു വൈരാഗ്യ കാരണം. അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിലറിഞ്ഞിരുന്നു. മാല തിരികെ കിട്ടാൻ ഫർസാന അഫാനെ സമ്മർദ്ദപ്പെടുത്തി. ഫർസാന നിരന്തരം മാല തിരികെ ആവശ്യപ്പെട്ടതോടെ പിതാവിന്റെ പേരിലുള്ള കാറ് പണയപ്പെടുത്തി മാല തിരികെ എടുത്തു നൽകി. ഇതാണ് പെൺസുഹൃത്തിനോടുള്ള പകയ്ക്ക് കാരണം. കൊലപാതക ദിവസം അഫാൻ നടത്തിയത് വലിയ ആസൂത്രണമെന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. മാതാവ് ഷെമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് കൊലപാതക ദിവസം ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. നാഗരികുടിയിലെ കടയിൽ നിന്നും അഫാൻ മുളകുപൊടിയും വാങ്ങിയിരുന്നു. കൊലപാതകത്തിനിടെ വീട്ടിലേക്ക് എത്തുന്നവരെ ആക്രമിക്കാനായിരുന്നു നീക്കം. അഫാൻ മാതാവിനെ ആക്രമിച്ച ശേഷം മുറിയിൽ പൂട്ടിയിട്ടതിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഷെമിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് മുറിയുടെ താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഒളിപ്പിച്ചു. ഇന്നലത്തെ തെളിവെടുപ്പിൽ പോലീസ് താക്കോൽ കണ്ടെത്തി. അഫാനും കുടുംബത്തിനും 40 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന അഫാനെ തിരികെ കോടതിയിൽ ഹാജരാക്കി. മറ്റു 4 കൊലപാതക കേസിലും അഫാനെ ഉടൻ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പെൺസുഹൃത്തും സഹോദരനും ഒറ്റപ്പെടുമെന്ന ഭയത്താൽ അവരെ കൂടി അഫാൻ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഇതുവരെ പ്രചരിച്ച കഥകൾ. എന്നാൽ അത് സ്നേഹമല്ല, പകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊടും പകയാണ്. ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. ഇടുക്കി നെടുങ്കണ്ടത്ത് അസം സ്വദേശിനി ബലാത്സംഗത്തിനിരയായി. അസം സ്വദേശി സദാമാണ് പ്രതി. സദാമിന്റെ സുഹൃത്തുക്കളായി 3 പേർ യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ചു. അജ്മുദ്ദീൻ, കേരൾ ഇസ്ലാം, മുഖീർ റഹ്മാൻ എന്നിവരാണ് ഉപദ്രവിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. യുവതിയും ഭർത്താവും എത്തി നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയായിരുന്നു. 4 പ്രതികളെയും നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ ഹംപിയിൽ വിദേശ വനിത ഉൾപ്പെടെ 2 സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. വിദേശിയടക്കം ഒപ്പമുണ്ടായിരുന്ന പുരുഷ സഞ്ചാരിമാരെ കനാലിലേക്ക് തള്ളിയിട്ടാണ് സ്ത്രീകളെ ആക്രമിച്ചത്. വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒഡീഷ സ്വദേശിയുടെ മൃതദേഹം ഇന്നാണ് കണ്ടെത്തിയത്. കേസിൽ 2 പേർ അറസ്റ്റിലായി. കർണാടക സ്വദേശിനിയുടെ ഹോം സ്റ്റേയിൽ താമസത്തിനെത്തിയ 4 അംഗ സംഘമാണ് അതിക്രൂരാക്രമണത്തിനിരയായത്. അമേരിക്കൻ പൗരനും 27 വയസ്സുള്ള ഇസ്രയേലി യുവതിയും മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമാണ് താമസത്തിനെത്തിയത്. പ്രശസ്തമായ സോനാർ തടാകത്തിനു സമീപം രാത്രി വാനനിരീക്ഷണത്തിന് പോയതായിരുന്നു സംഘം. പെട്രോൾ പമ്പ് ചോദിച്ചെത്തിയ 3 പേരാണ് ആക്രമണം നടത്തിയത്. പമ്പിനെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞതോടെ സഞ്ചാരികളോട് ആക്രമികൾ പണം ആവശ്യപ്പെട്ടു. എതിർത്തതോടെ പുരുഷന്മാരെ ആക്രമിച്ച് കനാലിലേക്ക് തള്ളിയിട്ടു. പിന്നാലെ ഇസ്രയേലി യുവതിയെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയെയും മർദ്ദിച്ച് കൂട്ടബലാത്സംഗത്തിനിരയാക്കി. വെള്ളത്തിൽ വീണ അമേരിക്കൻ പൗരനും മഹാരാഷ്ട്ര സ്വദേശിയും നീന്തി കരയ്ക്കെത്തി. ഒഡീഷ സ്വദേശിയെ കാണാതായി. പിന്നാലെ പോലീസിൽ വിവരമറിയിച്ചു. അവശരായ സ്ത്രീകളെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. പുഴയിൽ വീണ യുവാവിനായി രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രാവിലെ മൃതദേഹം കരക്കടിഞ്ഞു. ബലാത്സംഗം പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. പ്രദേശവാസികളായ സായി മല്ലു, ചേതൻ സായി എന്നിവരാണ് പ്രതികൾ. 3-മൻ ഒളിവിലാണ്. 6 സംഘങ്ങളായി തിരിഞ്ഞാണ് ഗംഗാവതി പോലീസ് അന്വേഷണം നടത്തുന്നത്. 24 ബംഗളൂരു. വനിതാ ദിനത്തിലും സർക്കാരിനെതിരെ സമരം ശക്തമാക്കി ആശാ വർക്കേഴ്സ്. വിവിധ മേഖലകളിലെ പ്രമുഖ വനിതകൾ ഉൾപ്പെടുത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സംഗമം നടത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിഷേധക്കാർ രംഗത്തെത്തി. 27 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരവേദിയിൽ മഹാവനിതാ സംഗമം. സംവിധായക പരോമിത വോറ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ അധികാരികൾ അടിച്ചമർത്തുന്നുവെന്ന് വനിതാ ദിനത്തിലും വിമർശനം. യഥാർത്ഥ സമരക്കാരുമായി ചർച്ച നടത്താമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെയും പ്രതിഷേധമുയർന്നു. ഇത് യഥാർത്ഥ ആശമാരല്ല എന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ മന്ത്രി ഇവിടെ ഒന്നൊന്നും നോക്കുന്നില്ലല്ലോ. നോക്കാതെയാണ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. സമരക്കാരുടെ ആവശ്യങ്ങൾ പരിശോധിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ വ്യക്തമാക്കി. കൊടിക്കുന്നിൽ സുരേഷ് MP അയച്ച കത്തിനായിരുന്നു മറുപടി. ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് നൽകിയ കത്ത് അടിയന്തരമായി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ്
മന്ത്രിയുടെ കത്തിൽ നിന്ന് അത് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്നത്. 27 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ഈ സമരത്തെ സംബന്ധിച്ച് അടിയന്തര പ്രമേയം ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവരും. ഈ സമരം ഒത്തുതീർപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥ ലോക്സഭയിലും രാജ്യസഭയിലും ഞങ്ങൾ ഉന്നയിക്കും. അതേസമയം വിഷയം പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ എംപിമാരുടെ നീക്കം. 24 തിരുവനന്തപുരം. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മാധ്യമ മേഖലയിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം 24 അസോസിയേറ്റ് ന്യൂസ് എഡിറ്റർ സ്മിത ഹരിദാസ് ഏറ്റുവാങ്ങി. വനിതാ ദിനത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുരസ്കാരം വിതരണം ചെയ്തു. 24 കണക്ട് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഷൈബി രതീഷും മന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാണ്.